ഇത് കണ്ടോ, നമ്മുടെ പഴയ നോക്കിയ ഫോണല്ലേ? ഇത്ര വലിയ നോക്കിയ ഫോൺ ഉണ്ടാവോ? ഇത് എൻ്റെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ നോക്കിയ ഫോൺ പോലെ തന്നെ നമുക്ക് ഡയൽ പാഡിൽ പഴയതുപോലെ ഇതുപോലെ നമ്പർ ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യാൻ സാധിക്കും. 0 പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ പഴയ മെനുവും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതാ ഗോ ടൂവിൽ ക്ലിക്ക് ചെയ്താൽ പഴയ മെനുവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, ഒന്ന് നമുക്കൊരു നോസ്റ്റാൾജി ആയിട്ട് പഴയ ഫോൺ പോലെ നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന്, നമുക്കല്ലാതെ നമ്മുടെ ഫോണിലെ ഗാലറിയും കാര്യങ്ങളും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാളേഷനും ഒന്നും തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് മറ്റുള്ളവർ നമ്മുടെ ഫോൺ തുറക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മുടെ പാസ്വേഡ് ഉണ്ടാവും. സാധാരണ സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഉണ്ടാകുക. അവർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ആവുക ഈ ലോഞ്ചറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്കോ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഫോൺ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രസകരമായ ലോഞ്ചർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ കാണാം, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ സെറ്റ് ഡീഫോൾട്ട് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിലവിലുള്ള സിസ്റ്റം ലോഞ്ചർ മാറ്റിയിട്ട് നോക്കിയുടെ ലോഞ്ചർ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മുകളിലുണ്ടാവും. അതിലേക്ക് നിങ്ങൾ കൊടുത്താൽ മതി. ശേഷം ഒരു പോപ്പപ്പ് ഓണായി വരും. അത് യെസ് എന്ന് കൊടുത്താൽ നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് പോകും. സെറ്റിങ്സിനകത്ത് ഡിവൈസ് ആൻഡ് നോട്ടിഫിക്കേഷൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പേടിക്കേണ്ട, ധൈര്യത്തിൽ ഓൺ ചെയ്ത് കൊടുത്തോ. കാരണം ഈ ആപ്ലിക്കേഷൻ നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കുന്നില്ല, ഷെയർ ചെയ്യുന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു നോക്കിയ ഫോൺ പോലെയാണ് എൻ്റെ ഫോൺ ഓൺ ആയിരിക്കുന്നത്. ഇനി ഈ സാധാരണ ഡയൽ പാഡിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്തിട്ട് കോൾ ചെയ്യുന്നത് പോലെ കോൾ ചെയ്യാൻ പറ്റും. 0 പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ടോർച്ച് ലൈറ്റ് ഓൺ ആകും. ഇനി സ്റ്റാർ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഫോൺ ലോക്കാകും. അൺലോക്ക് ചെയ്യുന്നത് മുമ്പത്തെ അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഈ ഗോ ടു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എക്സിറ്റ് പോകേണ്ട ഓപ്ഷനും അതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട് ഈ രണ്ടും ഭാഗത്ത്. ഇനി മറ്റുള്ളവർ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ മെനു കണ്ടോ നിങ്ങൾ? ആ മെനു എന്ന എഴുത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയൊരാൾക്ക് അത് കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ലോഞ്ചർ വേണ്ട, നിങ്ങളുടെ പഴയ ഫോൺ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ കട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയ മാറ്റിയിട്ട് പഴയ സിസ്റ്റം ലോഞ്ചറിലേക്ക് തന്നെ മാറാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫോൺ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെയും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ലോഞ്ചറിലേക്ക് തന്നെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം. ഇനി ഫോൺ ലോക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഫേസ് ഐഡിയിൽ ഓപ്പൺ ആയതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലോഞ്ചർ തന്നെയാണ് ഓപ്പൺ ആവുക, നമ്മുടെ പഴയ ഫോൺ പോലെയല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു നോസ്റ്റാൾജിയാണ്. അതുപോലെ തന്നെ ഇതൊരു സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റി ഒന്നുമല്ല. എങ്കിലും പുതിയൊരാൾ ഓപ്പൺ ചെയ്താൽ അയാൾക്ക് ഗാലറിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കൺഫ്യൂഷൻ ആകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ.